ക്യാൻസർ കോശങ്ങൾ പെരുകാനും ശരീരത്തിന്റെ എങ്ങനെയായാലും രോഗപ്രതിരോധ ശേഷിയെ മാനസിക സംഘർഷം, ദുഃഖം, നിരാശ, കോപം ഇതെല്ലാം തളർത്തുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെറ്റബോളിക് ഫംഗ്ഷൻ ശരീരത്തിൽ നടക്കുന്ന ആ ഫംഗ്ഷൻ ബ്ലോക്ക് ആകുന്നുണ്ട്. നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ അമിതമായുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ അവരുടെ തകർച്ച വരാം. മാനസിക തകർച്ച വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരവും ശിഥിലമാകാം. നമസ്കാരം. 3 എപ്പിസോഡുകളാണ് ഇതിനകം തന്നെ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആദ്യ എപ്പിസോഡിൽ സുരേഷ് ഗോപി മമതാ മോഹൻദാസുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തെ പറ്റി വിവരിച്ചിട്ടുള്ളത് ശാന്തിവിള ദിനേശാണ്. മൂന്നാമത്തെ എപ്പിസോഡിൽ പല്ലിശ്ശേരിയും വിവരിച്ചു. അതിൽ ഒന്നാമത്തെ കാരണം പറഞ്ഞത് മമതാ മോഹൻദാസിന് ക്യാൻസർ പിടിച്ചത് മാനസിക തകരാറ് കൊണ്ടാണ്. അതായത് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ വിട്ടുപിരിയുമ്പോൾ, അല്ലെങ്കിൽ ഇട്ടേച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സിൻഡ്രോമുണ്ട്. ആ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പറയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഭാഗമാണ് ഇപ്പം പറയാൻ പോകുന്നത്. അതിനു മുമ്പ് രണ്ടാമത്തെ ഭാഗത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞത് മമതാ മോഹൻദാസിനെയും കൊണ്ട് 2 ദിവസം ദുബായിലേക്ക് അവരുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് പറന്നുപോയ മഹാനായ നടനെക്കുറിച്ചായിരുന്നു, നന്മമരത്തെക്കുറിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ വിശദമായി തന്നെ ആ സെറ്റുകളിൽ ഉണ്ടായിരുന്ന വിഷമങ്ങൾ വിവരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള നന്മമരത്തിൻ്റെ യഥാർത്ഥ കഥയാണ് അദ്ദേഹം വിവരിച്ചത്. ഇതോടൊപ്പം മൂന്നാം ഭാഗത്തിൽ പല്ലിശ്ശേരി എന്ന് പറയുന്ന സുപ്രസിദ്ധനായ പത്രപ്രവർത്തകൻ നേരിട്ടറിഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സുരേഷ് ഗോപിയുടെ കുടുംബജീവിതം തകർത്തത് മമ്മൂട്ടിയാണെന്നാണ്. യഥാർത്ഥത്തിൽ മമ്മൂട്ടി ചെയ്തത് എന്താണ്? അദ്ദേഹം തകർന്ന് തരിപ്പണമാകുന്ന പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. സ്വന്തം സ്നേഹമയ്യായ ഭാര്യയും കുട്ടികളും ഉള്ള സുരേഷ് ഗോപിക്ക് അതൊക്കെ വിട്ടേച്ച് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ച് സിനിമാ ലോകത്ത് നിന്ന് കിട്ടിയ കുട്ടിയോടൊപ്പം ലിപ് ലോക്ക് ചെയ്ത് കടിച്ചമർത്തി മിനിറ്റുകളോളം ചുംബനത്തിന് പകരം കടിച്ച വിഷം അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കകത്തേക്ക് കയറ്റുന്ന ഒരു രംഗമുണ്ട്. അത് അഭിനയിക്കുകയാണെന്ന് വെച്ചാൽ അഭിനയിക്കുകയാണ്, ജീവിക്കുകയാണെന്ന് വെച്ചാൽ ജീവിക്കുകയാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞത് അത് കൊല്ലുകയല്ല, അവരോട് പ്രണയിക്കുകയായിരുന്നു എന്നാണ്. അതായത് ലങ്ക എന്ന് പറയുന്ന സിനിമയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഏവർക്കും ആ ഭാഗം കാണാൻ പറ്റും. ആ ഭാഗത്തിലൂടെ തന്നെ സുരേഷ് ഗോപിയും അതേപോലെ മമതാ മോഹൻദാസ് എന്നുള്ള വല്ലാത്ത ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ കെമിസ്ട്രി കാണാൻ പറ്റും. അവർ തമ്മിൽ വല്ലാതെ പ്രണയമായിരുന്നു. അവർക്ക് വല്ലാതെ പ്രണയം മൂത്ത് കാമം മൂത്ത് പിന്നെ കാണാൻ പറ്റാത്ത മതിഭ്രമം വന്നു. പിന്നെ ഒരു ദിവസം വിട്ടുപിരിഞ്ഞാൽ എന്തുണ്ടാകും? അത് തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന നടിക്കുണ്ടായിരുന്നു, മമതാ മോഹൻദാസിനുണ്ടായിരുന്നു. അവർക്ക് പിന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടായി, ക്യാൻസർ ബാധിച്ചു, ചികിത്സിച്ചു. പിന്നെ അസുഖം മാറിയിട്ടും വീണ്ടും അവർക്ക് വേറെ രോഗങ്ങൾ വന്നു. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നൊരു ഭാഗമാണിത്. ആ ഭാഗത്തിൽ കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാനസിക സംഘർഷം കൊണ്ട് ക്യാൻസർ വരുമോ? ഇതിനെക്കുറിച്ച് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയാണ് സംസാരിക്കുന്നത്. പ്രശസ്ത പ്രകൃതി ചികിത്സകനായ ഇദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന തൃശ്ശൂർ പട്ടിക്കാടുള്ള കേന്ദ്രത്തിൽ ഞാൻ 2 ആഴ്ച ഞാനും എൻ്റെ വൈഫും കടന്നിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു മീര ചേച്ചി എന്ന് പറയുന്ന ക്യാൻസർ ബാധിതരായ സ്ത്രീയെ ബന്ധപ്പെട്ട് കണ്ടിരുന്നു. അവർ പറഞ്ഞിട്ടുള്ള അനുഭവം അവർക്ക് ക്യാൻസർ മാറി എന്നുള്ളത് തന്നെയാണ്. അവിടെ ക്യാൻസർ മാറിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് അവിടെ വന്നത്. മരുന്നില്ലാത്ത ചികിത്സയാണ്, ഭക്ഷണ ക്രമീകരണവും മറ്റു തരത്തിലുള്ള സൂര്യപ്രകാശം, അങ്ങനെ അതേപോലെയുള്ള മണ്ണ് തേക്കൽ, അങ്ങനത്തെ ഒത്തിരി ചികിത്സയുണ്ട്, യോഗ തുടങ്ങിയുള്ള ചികിത്സ കൊണ്ടാണ് ക്യാൻസർ മാറുന്നത് ഇവിടെ. അല്ലാതെ ഇവിടെ വേറെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു അല്ല കീമോതെറാപ്പി ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. അവിടെ അവർക്ക് മാറി എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവർ എന്നോട് പറയുന്നത് നന്ദകുമാറിനോട് മാത്രം പറയണം. കാരണം അവസാന ദിവസം അവർ പോകുന്നതിന് മുമ്പ് അവിടെ ഗെറ്റ് ടുഗദർ ഉണ്ടാവും രാത്രി വൈകുന്നേരം. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാവർക്കും അവരുടെ അനുഭവങ്ങൾ പറയാം, അവർക്കെന്താ പാടാനോ ചിരിക്കാനോ ഒക്കെ ഹാസ്യമൊക്കെ അവതരിപ്പിക്കാം, കഥ പറയാം. അങ്ങനെ ഒരു സദസ്സാണ് രാത്രി. അത് ഒരു മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന ഒരു സദസ്സാണ്. മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നമുക്ക് പല രോഗങ്ങളും മാറുന്നത്. പല രോഗങ്ങൾക്ക് കാരണവും മാനസിക തകരാറ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ മമതാ മോഹൻദാസിന് ശരിക്കും പ്രണയത്തിൻ്റെ വല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായ ഒരു വീഴ്ച കാരണമാണ് അവർക്ക് ക്യാൻസർ ഉണ്ടായതെന്ന് തീർച്ചയായും പറയാൻ പറ്റും. അത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, അവിടുത്തെ പ്രഗത്ഭനായ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി നമ്മളോട് പറയും. അതൊന്ന് നമുക്ക് കേൾക്കാം. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാൻസർ ഉണ്ടാകുമോ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു അമ്മച്ചിയും കൊണ്ട്
4-5 തടിമാടന്മാര് മക്കൾ. അമ്മയും ഉണ്ടപ്പക്രു തന്നെയാ. ഉം. നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്. ഉം. അവര് വന്നു, അമ്മയ്ക്ക് ക്യാൻസർ ആണ്. ഉം. അപ്പോ അവരെ ഞാൻ അകത്തുള്ള പേഷ്യന്റിനെ കാണാൻ അയച്ചു കഴിഞ്ഞിട്ട് മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയെ കിട്ടുന്ന കാര്യം പ്രയാസമാണ് കേട്ടോ. ഉം. അതെന്താ ഡോക്ടറെ? ഞങ്ങളുടെ അടുത്ത് നിന്ന് RCC മടക്കിയ ഒരു പേഷ്യന്റ്, ഉം. ആ പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതറിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യിപ്പിക്കാതെ അമ്മയെ നേരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. ഉം. അതൊക്കെ ശരിയാണല്ലോ, എല്ലാവരും ക്യാൻസർ മാറിപ്പോകുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ അമ്മയെ കിട്ടാൻ പ്രയാസമാണ്. ഉം. എന്താ ഡോക്ടറെ? നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? 6 മാസം. അതുകൊണ്ടാ കിട്ടാത്തത്. ഉം. അതെന്താ ഡോക്ടറെ? നിങ്ങളുടെ അമ്മയും അച്ഛനുമായിട്ട് വളരെ ചേർച്ചയിലായിരുന്നില്ലേ? ഉം. അതേ ഡോക്ടറെ, ഞങ്ങളുടെ ഇടവകയില് എല്ലാരും പറയും ഇതുപോലെ ചേർച്ചയുള്ള ഒരു ദമ്പതിമാര് തൊട്ടപ്പോഴെങ്കിലും അവർ ഒന്നിച്ചേ പോവുള്ളൂ, എല്ലാ കാര്യവും അവര്. ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ അമ്മയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആശ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയി കളഞ്ഞില്ലേ, ഉം. എനിക്ക് കൂടെ വരണം. ഇതാണ് അവരുടെ ഉള്ളിലുള്ള തീവ്രമായ ആശ. ഉം. ഉം. അപ്പൊ മനസ്സിന്റെ ആ ആഗ്രഹത്തിനനുസരിച്ച് ശരീരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഉം. ഇതുപോലെ ഈ വളരെ ചേർച്ചയുള്ള ദമ്പതികളിൽ ഒരാൾ മരിച്ച് 6 മാസത്തിനുള്ളിൽ ക്യാൻസർ പിടിച്ചിട്ടുള്ള പലരെയും കണ്ടിട്ടുണ്ട്. അവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അതിന് കാരണം ഈ കാരണം ജീവിക്കണ്ട, അവർക്ക് ജീവിക്കണ്ട. അത്രയും മാനസിക സംഘർഷങ്ങൾ കൊണ്ടാണ് അവർക്ക്. നമ്മുടെ മനസ്സിലെ ഏറ്റവും തീവ്രമായ ആശ എന്താണോ, ആ തീവ്രമായ ആശയ്ക്ക് വേണ്ടിയുള്ള കെമിക്കലുകള്, ഹോർമോണുകള് ശരീരം അതിനുവേണ്ടി ഒരുക്കും. അപ്പൊ ചിലപ്പോ ഇവർക്ക് ജനറ്റിക്കലായിട്ടോ ക്യാൻസറിന്റെ ഒരു വാക്കിലായിരിക്കും അവരുടെ ബോഡി ഏതാണ്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നതിന് പകരം അതിന് അടിമപ്പെട്ട് കൊടുക്കാൻ ശരീരം തയ്യാറാകും. ഇപ്പൊ നമുക്കൊരു ദുഃഖചിന്ത മനസ്സിൽ വന്നാൽ നമ്മൾ തളരും. മനസ്സിൽ ദുഃഖം വരുന്നതിന് ഫിസിക്കലായിട്ട് തളരേണ്ട ഒരു കാര്യമില്ല. അപ്പൊ മാനസിക സംഘർഷം ക്യാൻസറിന് കാരണമാണ്. ക്യാൻസർ കോശങ്ങൾ പെരുകാനും ശരീരത്തിന്റെ എങ്ങനെയായാലും രോഗപ്രതിരോധ ശേഷിയെ മാനസിക സംഘർഷം, ദുഃഖം, നിരാശ, കോപം ഇതെല്ലാം തളർത്തുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെറ്റബോളിക് ഫങ്ഷൻ ശരീരത്തിൽ നടക്കുന്ന ആ ഫങ്ഷൻ ബ്ലോക്ക് ആകുന്നുണ്ട് നമുക്കൊരു ടെൻഷൻ വരുമ്പോ. അപ്പോ ഇതുപോലുള്ള കറക്ഷൻ നടക്കാതെ വരുമ്പോഴും ക്യാൻസറാണ്. അങ്ങനെ ആ വഴിയാണെങ്കിൽ കുറെ കൂടി എളുപ്പമായി. പ്രത്യേകിച്ചും ഇങ്ങനെ രണ്ടുപേർ തമ്മിലുള്ള ഭയങ്കരമായ അടുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ ഒരാള് വിട്ടുപിരിയുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അവരെ കൈ അവരെ ഇപ്പം രണ്ടുപേരും സ്നേഹത്തിലായി, അവസാനം ഒരാൾക്ക് വിട്ടുപിരിയേണ്ടി വരുന്നു, മനഃപൂർവ്വം അല്ലാതെ എങ്ങനെയായാലും ശരി. അപ്പോൾ മറ്റൊക്കെ അതുവരെ ഉണ്ടായിരുന്ന അമിതമായ സ്നേഹത്തിൽ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ അസുഖം വരാം. അമിതമായുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ അവരുടെ തകർച്ച വരാം. മാനസിക തകർച്ച വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരവും ശിഥിലമാകാം. ഫിലിപ്പം പ്രസാദ് ഇല്ലേ, ഫിലിപ്പം പ്രസാദ് വൈഫിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ടീച്ചറെ അവർ ഗർഭിണിയായി, പ്രസവിച്ചു. ഇതോടെ ഇവര് വൈഫ് പ്രശ്നം ഉണ്ടാക്കി, അവര് വേർപെട്ടു പോയി. ഫിലിപ്പം പ്രസാദ് ഈ സ്ത്രീയെയും കൊണ്ട് മാറി താമസിക്കുകയായിരുന്നു. വലിയ താമസമില്ലാണ്ട് ഇവര് ക്യാൻസർ പിടിച്ച് ദുരിതം സഹിച്ചാണ് മരിച്ചത്. വൈഫ് അത്രയും അവര് തകർന്നുപോയി. ഇതുപോലെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഇവരോടൊക്കെ ചോദ്യമുള്ളൂ. ഒരു സുഹൃത്ത് മരിച്ചു എന്നൊരു ഫോൺ വന്നു, ഒരു വാർത്തയാണ് വന്നത്. നിങ്ങൾ എന്തിനു തളരണം? നിങ്ങൾ തകർന്നു, നിങ്ങളുടെ ശരീരം ആകെ തകർന്നു, ദുർബലമായി. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാർത്ത വന്നു, നമ്മുടെ സുഹൃത്ത് തോമസ് അല്ല, വേറെ തോമസാണ്. ഉടനെ നിങ്ങൾ ഉഷാറാകുന്നു, ചാടുന്നു. ഈ മാറ്റം ശരീരത്തിൽ ഫിസിക്കലായിട്ട്, മെന്റലായ ഒരു വാർത്ത ഫിസിക്കലായിട്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, എന്തെല്ലാം മാറ്റം ആ ശരീരത്തിനുണ്ടായി, ഏതെല്ലാം ഹോർമോണുകൾ വന്നു. ആ ഹോർമോണുകളും ക്യാൻസറുമായിട്ടുള്ള ദൂരം കുറയ്ക്കുന്നു. ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തിനെ ഇല്ലാതാക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവറിന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റോപ്പ് ആകുന്നു. എന്ത് കാര്യത്തിനാണ് ജീവിച്ചിട്ട്, എന്തിനാണ് നന്നാക്കുന്നത്? ഓണർക്ക് ജീവിക്കാൻ ഞാൻ അവിടെ വന്നപ്പോ മീര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടല്ലോ. അവരവസാനം ഞാനവിടെ ട്രീറ്റ്മെന്റിന് രാത്രിയിൽ അവിടെ ഫംഗ്ഷന്റെ അകത്ത് ഡാൻസ് ഒക്കെ കളിച്ചു ഞങ്ങൾ ഒരുമിച്ച്. 78 വയസ്സായിട്ടായില്ല, 75 വയസ്സായിട്ടായിരുന്നു അവർക്ക്. അപ്പൊ അവർ വളരെ ആക്റ്റീവായിട്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, വന്നപ്പോ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ നീ ജീവിക്കോ ഇല്ലേ എന്നറിയാതെ വന്നിട്ടാണ്, ക്യാൻസർ ആയിട്ടാണ് ഞാൻ വന്നത്. ഒരു മുഴ വന്നിട്ട് ഉള്ള സംഭവം പറഞ്ഞു.
ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞതിൽ ഒരു പ്രശ്നമില്ല. എനിക്ക് സൂക്കേട് മാറുകയാണ് ഇവിടുന്ന് ഇപ്പം. അതുകൊണ്ട് ഞാൻ ഇനി നാളെ പോവുകയാണല്ലോ, എനിക്കത് തുറന്ന് ഒരാളോടെങ്കിലും പറയണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇന്റർവ്യൂ തന്നത്. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സ് തന്നെയാണ് പ്രധാനം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇവിടെ ട്രീറ്റ്മെന്റ് അടുത്ത് എനിക്ക് ക്യാൻസർ മാറി എന്ന് അവർ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. മാറി എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നു, ആദ്യഘട്ടം കഴിഞ്ഞു, അങ്ങനെ ആ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴ ചെറുതായി പോയി പസ് വന്നുകൊണ്ടിരുന്നിരുന്നു, അത് ഇപ്പം നോർമലായി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇവിടെ ഈ ക്യാൻസറും മനസ്സുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ഉണ്ട്. പിന്നെ അതിൽ വേറെ ഒന്നുള്ളത്, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പേഷ്യന്റ് പറഞ്ഞതാണ്, അവരുടെ അപ്പന് ക്യാൻസർ, വയറിൽ ക്യാൻസർ, വയറുവേദനയായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഡോക്ടർ ക്യാൻസർ ആണെന്ന് സംശയം പറഞ്ഞു, അങ്ങനെ ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷന് കയറ്റിയിട്ട് ഡോക്ടർ ചാടി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വിചാരിച്ച പോലെയല്ല, കംപ്ലീറ്റ് സ്പ്രെഡായി, വയറ് നിറഞ്ഞ് ക്യാൻസർ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുന്നിക്കെട്ടിയാണ് പോന്നിരിക്കുന്നത്. പക്ഷെ അപ്പനോട് ഞാൻ പറയുക, എല്ലാം ക്ലീനായി, ഒരു കുഴപ്പമില്ലാന്നേ പറയുള്ളൂ. വെറുതെ അപ്പനെ അറിയിച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. വയറ്റിലെ മുറിവ് ഉണങ്ങി ഒരുവിധം. ഒരു ദിവസം പിള്ളേര് നോക്കുമ്പോ അപ്പൊ 2 മാസത്തിനുള്ളിൽ ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കള് നോക്കുമ്പോ കുരുമുളക് കൊടി പറിക്കാൻ അപ്പം കയറി നിൽക്കുക. അപ്പൊ അത് എന്ത് താഴെ ഇറങ്ങ്, എടാ പോടാ, ഡോക്ടർ പറഞ്ഞേക്കണ ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലീൻ ആയെന്നാണ്. ഇവര് ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, എങ്ങനെയായാലും 2 മാസത്തേക്കുള്ളിൽ ഉണ്ടാവില്ല, അപ്പൊ പിന്നെ നമ്മളെന്തിനാ, അങ്ങനെ അങ്ങോട്ട് വിട്ടു. 5 കൊല്ലം കഴിഞ്ഞ് ഇയാൾക്കൊരു അറ്റാക്ക് വന്നു. ഇതേ ആശുപത്രിയിൽ ഇതേ ഡോക്ടറുടെ അടുത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നു. ഡോക്ടർ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഡോക്ടർ കരുതിയത് ഇയാൾ പണ്ടേ മരിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഈ അറ്റാക്കിനെ സർവൈവ് ചെയ്തില്ല, ഇയാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഈ ഇവരോട് പറഞ്ഞു, എനിക്ക് വയറൊന്ന് തുറന്ന് നോക്കണമെന്നുണ്ട്, എൻ്റെ മെഡിക്കലായിട്ടുള്ളൊരു ഇങ്ങനെ ജീവിക്കാൻ ഒരു സാധ്യതയില്ല, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കൊന്ന് അറിയണം. എൻ്റെ മക്കൾ സമ്മതിച്ചു. ഡോക്ടർ പറയണത് ക്യാൻസറിൻ്റെ ഒരംശം ഇല്ല, ഞാൻ കണ്ടതാണ് വയറ് നിറഞ്ഞു നിൽക്കുന്നത്, ഒരു സാധ്യതയില്ല അയാൾ ജീവിക്കാൻ, അയാളുടെ മനസ്സ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലൊരു കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പിന്നെ പല പേഷ്യൻറ്റിനെയും കൊണ്ടുവരുമ്പോൾ മക്കൾ പറയും, അമ്മയെ അറിയിച്ചിട്ടില്ല ക്യാൻസർ ആണെന്ന്, അതുകൊണ്ട് പറയണ്ട. ഈ ആളുകളിൽ ദുരിതം കുറവാണ്, വയറുവേദനയാണ്, ആ വയറുവേദനക്കുള്ള നമ്മൾ ചെയ്യുന്നുണ്ട്, അത് മാറി എന്നുള്ള സന്തോഷത്തിൽ അവരിങ്ങനെ നമ്മുടെ ചിട്ടയാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ അങ്ങ് പോയിട്ട് പെട്ടെന്ന് അവരൊരു ദിവസം കൂടുകയോ 2 ദിവസത്തെ ഹോസ്പിറ്റല്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം പോകുന്നു, അതും കാണുന്നുണ്ട്. പിന്നെ വേറൊരു ഉള്ളത്, ഈ ഭ്രാന്തൻ എന്തുകൊണ്ട് രോഗമില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എലിപ്പനി വരുന്നില്ല, ഡെങ്കിപ്പനി വരുന്നില്ല, കൊറോണയും ബാധിക്കുന്നില്ല, ഭക്ഷണം നല്ലത് കഴിക്കുന്നില്ല, അലക്കി തേച്ച് കൊടുക്കുന്നില്ല, അഴുക്കിലാണ് കിടക്കണത്. ഇവന് വേണമെന്ന ഇത്ര എനർജി. ഒരു ഭ്രാന്തനെ പിടിച്ചു കിട്ടണമെങ്കിൽ 10 പേര് വേണം. ഇപ്പം പോഷക ഭക്ഷണം കഴിക്കുന്നില്ല. ഒരു ഭ്രാന്തനെ ഇന്ന് എറണാകുളത്ത് കണ്ടാൽ നാളെ തൃശ്ശൂർ നടക്കണ കാണാം. അപ്പോൾ മനസ്സ്, എല്ലാ രോഗത്തിന്റെയും പുറകിൽ മനസ്സ് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ വിശ്വാസികളിലും നിരീശ്വരരിലും നടത്തിയുള്ള പഠനങ്ങളിലും വിശ്വാസികളിൽ രോഗങ്ങൾ കുറവാണ്, വന്നാൽ തന്നെ പെട്ടെന്ന് മാറുന്നുണ്ട്. ആ ഒരു ഇമ്പാക്റ്റും കണ്ടിട്ടുണ്ട്.